പാമ്പാടി സ്റ്റെഫിൻ എബ്രഹാമിൻ്റെ കഥയും മറ്റൊന്നല്ല. വളരെ പ്രതീക്ഷയോടെയാണ് ഗൾഫിലേക്ക് പോയത്. എന്നാൽ ചേതനയേറ്റ ശരീരമായി മടങ്ങി വരികയാണ്. ഒരു നാടിൻ്റെ കണ്ണീരായി പാമ്പാടിയിലെ സ്റ്റെഫിൻ എബ്രഹാം മാറുന്നു. രാഹുൽ വിജയൻ സ്റ്റെഫിൻ എബ്രഹാമിൻ്റെ വീട്ടിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നു. പറയൂ രാഹുൽ വിജയൻ, ഒരു പാമ്പാടിക്കാർക്ക് വലിയ കണ്ണീരാണ് ഈ ചെറുപ്പക്കാരൻ്റെ വിയോഗത്തോടെ ഉണ്ടായിരിക്കുന്നത്. എസ്കെൻ, ഒരു നാടിനെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയാണ് സ്റ്റെഫിൻ എബ്രഹാമിന്റെ വിയോഗം ഉണ്ടായിരിക്കുന്നത്. 6 വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് സ്വന്തമായ ഒരു വീട് എന്നുള്ളതായിരുന്നു. അത് അവസാന ഘട്ടത്തിലേക്ക്, എൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്റ്റെഫിന്റെ കുടുംബം, അച്ഛനും അമ്മയും സഹോദരങ്ങളും വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ്. ഈ വീട്ടിലായിരുന്നു അവർ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായി താമസിച്ചുകൊണ്ടിരുന്നത്. ഇതിന് തൊട്ട് ചേർന്ന് തന്നെ MGM സ്കൂൾ ഉണ്ട്. അതിന് സമീപത്താണ് പുതിയതായിട്ടൊരു വീട് നിർമ്മിക്കുകയും ചെയ്തിരുന്നത്. അതിൻ്റെ പണി പൂർത്തിയായ ഏറെക്കുറെ അടുത്ത വരവിന് സ്റ്റെഫിൻ നാട്ടിലെത്തുന്ന സമയത്ത് ആ വീട്ടിലേക്ക് കയറി താമസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളൊരു ധാരണ അല്ലെങ്കിൽ അത്തരമൊരു കണക്കുകൂട്ടലിലൊക്കെയാണ് ഇരുന്നിരുന്നത്. അതിനിടയിൽ ആ സ്വപ്നം ബാക്കി വെച്ചുകൊണ്ടുള്ളൊരു വിയോഗം, അത് ഈ നാട്ടുകാർക്ക് തന്നെ അല്ലെങ്കിൽ ഈ കേരളക്കരയെ തന്നെ, മലയാളികളെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു വിയോഗമായി മാറി എന്നുള്ളത് സങ്കടപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ഇന്ന് മൃതദേഹം നെടുമ്പാശ്ശേരിയിൽ എത്തുമെങ്കിലും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരില്ല. തിങ്കളാഴ്ച മാത്രമായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുക എന്നുള്ള കാര്യവും ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് മാങ്ങാനത്തുള്ള മന്ദിരം ഹോസ്പിറ്റലിൻ്റെ മോർച്ചറിയിലായിരിക്കും മൃതദേഹം കൊണ്ടുപോവുക. അവിടെ സൂക്ഷിച്ചതിന് ശേഷം തിങ്കളാഴ്ച രാവിലെ ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന സ്റ്റെഫിൻ്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെ താമസിക്കുന്ന വീട്ടിൽ രാവിലെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം പിന്നീട് പുതിയ വീട്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിലും പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്റ്റെഫിൻ്റെ ഒരു സഹോദരൻ കൂടി കുവൈറ്റിലുണ്ട്. ഈ സ്റ്റെഫിനൊപ്പം തന്നെ ജോലി ചെയ്തിരുന്ന സഹോദരനുണ്ട്. അദ്ദേഹത്തിന് ടിക്കറ്റ് കിട്ടിയിട്ടില്ല. നാളെ മാത്രമാണ് ടിക്കറ്റ് കിട്ടുക. നാളെയാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തുക. ഏറ്റവും ഇളയ സഹോദരനുണ്ട്. അദ്ദേഹം ഇസ്രായേലിലായിരുന്നു. ഇന്നലെ വൈകിട്ട് ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവരുടെ കുടുംബ പശ്ചാത്തലവും സാമ്പത്തികമായും ഈ സ്റ്റെഫിൻ വിദേശത്തേക്ക് പോയി അല്ലെങ്കിൽ കുവൈറ്റിലേക്ക് പോയതിന് ശേഷമാണ് മെച്ചപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു കരകയറിയത് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഈ രീതിയിലായിരുന്നു. മാത്രമല്ല സ്റ്റെഫിൻ്റെ പിതാവ് അർബുദ ബാധിതനാണ്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നുണ്ട്. എന്തായാലും സ്റ്റെഫിൻ്റെ വിയോഗത്തെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന കാര്യം ഈ വീട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്ന ഒരു വീട് തന്നെയായിരുന്നു. ആ വീടെന്ന സ്വപ്നം ബാക്കി വെച്ചുകൊണ്ടുള്ള മടക്കയാത്ര, അത് ഈ നാടിനെ വലിയ ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് SKN ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെ രാജൻ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലുണ്ട്. മൃതദേഹം സ്വീകരിക്കാനായി രാജൻ എത്തിയതാണ്. ഇപ്പോൾ അദ്ദേഹം സജ്ജീകരണങ്ങളൊക്കെ പരിശോധിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നെടുമ്പാശ്ശേരിയിൽ നിന്നും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദുഃഖം തളം നിൽക്കുന്ന, ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് കൊച്ചി എയർപോർട്ട് സാക്ഷ്യം വഹിക്കാത്ത ഒരുപാട് കഥകളുടെ കേദാരമായി മാറുന്ന കൊച്ചി എയർപോർട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. രാവിലെ 10 മണിയോടെ എയർഫോഴ്സിൻ്റെ പ്രത്യേക വിമാനം, മൃതദേഹം വഹിച്ചുള്ള വിമാനം കൊച്ചിയിൽ ഇറങ്ങും. നെടുമ്പാശ്ശേരി വിമാനത്താവളം ഒരുപാട് ബന്ധുക്കളും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. 24 മലയാളികളുടെ ബന്ധുക്കളും ഒക്കെ എത്തിയിട്ടുണ്ട്.